തുളി 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 മഴയായി വന്നാളേ ചൂട 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 മറിന്തേ പോനാളേ. ഓ ഗോഡ്, എനിക്ക് അവളുടെ കലങ്ങി കണ്ണുകൾ കാണുമ്പോൾ എന്ത് സഹിക്കാൻ പറ്റാത്ത എന്റെ നെഞ്ചിൽ എന്തൊരു ഭാരം പോലെ അവൾ അങ്ങനെ കണ്ടപ്പോ. ഏയ്, ഞാനിന്നും പോവില്ല. സേറ അതിരാവിലെ എണീറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവൾ എറിക് ഈവയുടെ റൂമിൽ നിന്ന് വരുന്നത് കാണുന്നത്. ആ സേറജി, ഗുഡ് മോർണിംഗ്. ആഹാ, ഗുഡ് മോർണിംഗ്. നീ രാവിലെ തന്നെ വഴിക്കടിക്കാനാണോ അവളുടെ അടുത്ത് പോയെ? ഏയ് അല്ല, ഞാൻ ഇന്നലെ അവളുടെ അടുത്തായിരുന്നു. രാത്രി നല്ല കരച്ചിലായിരുന്നു. അവളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. സ്വപ്നം കണ്ട് പേടിച്ചതാകും. എന്താ പറഞ്ഞേ? ഏയ് ടെൻഷൻ ഒന്നും ആകണ്ട. ഇറ്റ് വാസ് ജസ്റ്റ് എ നൈറ്റ്മെയർ ആഫ്റ്റർ ഓൾ. അവൾ ഇന്നലെ അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഏയ് കരയല്ലേ? ചേച്ചി, അവള് പുലർച്ചെ ഉറങ്ങി. അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. ഹായ് ലീന. ആഹാ, മാവേലി എത്തിയോ? എന്നെ കണ്ടിട്ട് നിനക്ക് മാവേലിയായിട്ട് തോന്നിയോ? ആണ്ടിലൊരിക്കലല്ലേ നീ വീട്ടിൽ വരാറുള്ളൂ, ക്ഷമിക്കണം. ആ, എന്റെ പ്രജകളോട് എനിക്ക് പണ്ട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ മാവേലി അകത്തേക്ക് എഴുന്നള്ളിയാലും. ഇതെന്താ കാണുന്നേ? ഭവതി ജീവനോടെ ഉണ്ടായിരുന്നോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പിന്നെ നല്ല പൊരിച്ച മുട്ടയുടെ കറിയും അപ്പവും. അവരുടെ പ്ലേറ്റ് എങ്കിലും മിച്ചം വെച്ചോ, അതോ അതും തിന്നോ നീ? ഇതെന്താണ് രാവിലെ തന്നെ വളഞ്ഞിട്ട് ആക്രമണവോ? അല്ല, പൊരിച്ച മുട്ടയുടെ കറിയോ? അതെന്നാ, പൊരിച്ചു കഴിഞ്ഞ് മുട്ട കറി വെച്ച മുട്ട ഇറങ്ങി ഓടുവോ? പൊരിച്ച മുട്ടയുടെ കറി മീൻസ് എഗ് റോസ്റ്റ്. എന്താ കേട്ടിട്ടില്ലേ? ഒരു കൂട്ടം കൃമികളുടെ കൂടെയാണല്ലോ എന്റെ ജീവിതം. കൃമിയോ? യാ, ക്രിമിനൽസിന്റെ ഷോർട്ട് ഫോമാ. ഏയ് അല്ലല്ല, ഇത് അതൊന്നുമല്ല. ഡാൻസേനത് കേട്ടോ? ഇവള് നമ്മളെ കൃമി എന്ന് വിളിച്ചു, അതും ഡാൻസേന ഉൾപ്പെടെ. എടാ പറട്ടെ ഏട്ടായി, അതിനിടയിൽ കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നോ? ആഹാ, ഇതാര്? മാവേലിയോ? ഓണം കഴിഞ്ഞല്ലോ സർ. ലീന, യു ടു സ്പെൻഡ് ടു മച്ച് ടൈം ടുഗദർ. ഇത് ശരിയല്ല, ഇതൊന്നും ശരിയേ അല്ല. ഇതെന്താ ബഹളം? അന്ന, നീ വന്നിന്റെയാണോ ബഹളം? വെയിറ്റ്, ഇവിടുത്തെ മെയിൻ ലുട്ടാപ്പിയുടെ കുറവുണ്ടല്ലോ. അത് അവൾക്ക് വയ്യ, റൂമിലുണ്ട്. അവൾക്ക് എന്നാ പറ്റി? ഏയ് ഒന്നുമില്ല. ആ, വട്ടവേഷ സമ്മേളനം പിരിച്ചുവിട്ടിരിക്കുന്നു. ആ, പൊക്കോ പൊക്കോ. நீ நடந்து செல்லும் பாதையில் என் கண்கள் என்னை விட்டு உன்னை சுற்றி. ആഹാ, എണീറ്റോ? എന്നിട്ടെന്നാ പുറത്തോട്ട് വരാത്ത? ഹേയ്, നത്തിങ്. നിനക്ക് പനി വല്ലതും ഉണ്ടോ? നോക്കട്ടെ. ഏയ്, ടെമ്പറേച്ചർ ഒന്നും ഇല്ലല്ലോ. എന്താടാ പറ്റിയേ? തെറിച്ച് നടക്കുന്ന പൊട്ടാസ് ഇപ്പോ മഴയത്ത് നനഞ്ഞ പോലെ ഉണ്ടല്ലോ. നീ പോടാ മാക്രി. ഓ, പൊട്ടുന്നുണ്ട്, ഭാഗ്യം. ഇതെന്ന മായമോ? ഏതാണി പുൽച്ചാടി? മുഖത്ത് നല്ല കളലക്ഷണം. നീ ഇവിടത്തെ ഏറ്റുവേള സമ്മാനം തന്നെ. കുരുട്ടടക്കെ കിടന്ന് കാറാതെ. ഞാൻ നിന്റെ അമ്മാവനെ, ചൊക്കരിങ്കം, ഓൾ ദ വേ ഫ്രം തമിഴ്നാടു. താങ്കൾ
മഹർഷിയല്ല, മാടമ്പള്ളിയിലെ മനോരോഗി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനോരോഗിയാണോ? വാ അടച്ച് മിണ്ടാടിരുന്നില്ലേ? ഞാൻ ദേ ഈ ബാൽക്കണി വഴി എടുത്ത് ഒറ്റയേറെ അറിയും. ദൈവമേ, 5 മിനിറ്റിൽ ഇത്രയും മണ്ടത്തരം ഞാൻ എന്റെ ജന്മത്തിൽ കേട്ടിട്ടില്ല. ഇവളൊക്കെ ബുദ്ധി വാടകയ്ക്ക് വാങ്ങിയിട്ടാണോ വരുന്നത്? അല്ല, അപ്പൊ ഈ ബുദ്ധിയൊക്കെ വാടകയ്ക്ക് വാങ്ങാൻ പറ്റുമോ? ആ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നല്ല ഒരെണ്ണം വാങ്ങി തന്നെ. ഇതൊന്നും അപ്പൊ കാണണ്ടല്ലോ. ഞാൻ പോണു. ഒരു 3 പ്രദക്ഷിണം എക്സ്ട്രാ വെക്കേണ്ടി വരും മിക്കവാറും. എന്റെ ഈഫിൽ ടവർ പരമ്പര ദൈവങ്ങളെ കാത്തോളന്നേ. രക്ഷപ്പെട്ടു. ഇപ്പൊ പൊക്കേനെ. എടാ, നീ ഫോൺ വെച്ചേ. ഈ മഹർഷി അണ്ണാച്ചി ശരിയാവില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. സെറേച്ചി. ആ ലീന, എന്താടാ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മൂക്കൊക്കെ വല്ലാണ്ടിരിക്കുന്നു. എന്നാ പറ്റിയേ? അത് ലീന ചേച്ചി, പ്ലീസ് കാം ഡൗൺ ഫസ്റ്റ്. എന്താ പറ്റിയേ? എടാ ഈവ, അവള് ഇന്നലെ വീണ്ടും പഴയ പോലെ. ചേച്ചി ഇതെന്താ പറയണേ? പഴയ പോലെ എന്ന് വെച്ചാ അതിനിപ്പോ എന്താ പെട്ടെന്ന് പറ്റിയേ? അവളെന്താ എഫക്റ്റ് ചെയ്തേ? ചേച്ചി എന്ത് ഇത് എന്നിട്ട് നേരത്തെ എന്നോട് പറയാത്തെ? ഞാൻ കാരണമല്ല. ചുമ്മാ കരച്ചിന് നിർത്തിക്ക്. എന്തുവാ ചേച്ചി ഇത്? ഞാൻ അവളോട് ദേഷ്യപ്പെട്ടോണ്ട. അവൾക്ക് അതൊക്കെ പെട്ടെന്ന് മെന്റലി ട്രിഗർ ആകുന്ന കാര്യമാ. എന്നിട്ട് ഞാൻ പെട്ടെന്നൊന്നും ഓർത്തില്ല. സേറേച്ചി സാരില്ല, വാ നമുക്ക് പോയി നോക്കാം. ചേച്ചി ഇങ്ങനെ കരയുന്ന കണ്ട അവൾക്കത് വീണ്ടും എഫക്റ്റ് ചെയ്യും. സോ കണ്ണ് തുടച്ചിട്ട് വാ. എറിക്, നീ എന്താ ഇവിടെ? എറിക് മെല്ലെ ഇവനെ ബെഡിൽ കിടത്തിയിട്ട് എണീക്കുന്നു. അവള് വീണ്ടും ഉറങ്ങിയോ? എന്തിനു പറഞ്ഞോ അവള്? ചേച്ചി വാ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ലീന, സെറച്ചി, എന്താ കാര്യം? ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. രാവിലത്തെ ചേച്ചിയുടെ ബിഹേവിയർ കണ്ടപ്പോൾ മുതൽ ഐ നോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇവ ഹാവിംഗ് എ നൈറ്റ്മെയർ. എറിക്, അത് പിന്നെ അവളുടെ രാത്രിയത്തെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. യു ബെറ്റർ ടെൽ മീ എന്താ പ്രശ്നമെന്ന്. ഞാൻ പറയാം. എറിക്കിന് ഓൾറെഡി അറിയാലോ, ലീനയും ട്വിൻസാണ്. പിള്ളേർക്ക് കാർണിവലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് നമ്മളെല്ലാ ഇയറും അത് കാണാൻ പോകും. ഇവർക്ക് ഏകദേശം ഒരു 6-6.5 വയസ്സ് കാണും. ആ കൊല്ലം വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് കാർണിവൽ കാണാൻ പോയി. അന്നും ഹീവ ഇതേപോലെ തുള്ളിച്ചാടെ നടക്കുന്നൊരു കുട്ടിയായിരുന്നു. ഇപ്പോഴത്തെ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഷീ വാസ് എ വെരി ചാമിങ് കിഡ്. ദാറ്റ് ഈവനിങ് അവർ ഹോൾ ലൈഫ് വാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. കാർണിവൽ കാണാൻ പോയെടുത്ത് നല്ല തിരക്കായിരുന്നു. ലീനയും അമ്മയും ഒക്കത്ത് പിടിച്ചും ഈവയെ കയ്യിലും പിടിച്ച് നിൽക്കുമായിരുന്നു. ഞാനും പപ്പയും സൈഡിലൊരു കടയിൽ വരെ പോയതാ. തിരിച്ചു വന്നപ്പോൾ ഇവ വാസ് മിസ്സിങ്. പെട്ടെന്നുണ്ടായ ഒന്നും തളനും ഇടയിൽ അവളെ പെട്ടെന്ന് കൈവിട്ട് ഓടിക്കളഞ്ഞു. പപ്പയും മമ്മിയൊക്കെ കുറേ തിരഞ്ഞു. എന്നെ പപ്പ ലീനയുടെ കൂടെ തിരിച്ച് കാറിലിരുത്തി. പിന്നെ പോലീസ് സ്ക്വാഡൊക്കെ വന്ന് ഹോൾ കാർണിവൽ ഗ്രൗണ്ട് അന്ന് സെർച്ച് നടത്തി. കുട്ടിയെ കിട്ടിയില്ല. അന്ന് രാത്രി മമ്മിയുടെ കരച്ചിൽ എനിക്കത് ഇന്നും ഓർമ്മയുണ്ട്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പോലീസ് അവരുടെ പരമാവധി ട്രൈ ചെയ്തു. ചൈൽഡ് മിസ്സിംഗ് കേസിൻ്റെ ന്യൂസും TV-യിലും പത്രത്തിലും പോസ്റ്റേഴ്സും ഒക്കെ റിലീസ് ചെയ്തു. 1 വർഷം കടന്നുപോയി. എന്നിട്ടും ഒരു വിവരവുമില്ല. ഇത് കണ്ട അമ്മ മൊത്തത്തിൽ തളർന്നു. നമ്മുടെ കുടുംബത്തിലെ എല്ലാ സന്തോഷവും അന്ന് ആ ഈവനിങ് കൊണ്ട് അവസാനിച്ചിരുന്നു. ആ വീട്ടിലൊരു ചിരിയോ കളിയോ ഒന്നുമില്ലായിരുന്നു. അമ്മ ലീനയുടെ നേരെ കുറച്ചധികം പ്രൊട്ടക്റ്റീവായി തുടങ്ങി. ഇനി അവളെയും കളഞ്ഞു പോകുമോ എന്നുള്ള പേടി. After 3 years, police was finally able to trace the guy who kidnapped her. വേറൊരു ചൈൽഡ് മിസ്സിംഗ് കേസിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആളെ പിടികൂടിയത്. ഹി വാസ് എ സൈക്കോപാത്ത്. ഹി വാസ് എൻ ഓർഫൻ. അയാളുടെ ജീവിതത്തിൽ നടന്ന എന്തൊക്കെയോ ഇൻസിഡൻസിൻ്റെ ട്രോമയായിരുന്നു അയാളെ ഒരു സൈക്കോ ആക്കി മാറ്റിയത്. ഒരുമാതിരി സാഡിസ്റ്റിക് ബിഹേവിയർ.
കുട്ടികളെ പാരൻസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കരച്ചിൽ കാണുമ്പോഴൊക്കെ ഹി റിലിഷ്ഡ് ഇൻ ദാറ്റ് ഫീലിംഗ്. ഇതിനൊക്കെ വ്യക്തമായത് എൻ്റെ ഈവയാണ്. അന്ന് അവളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നപ്പം ഷി വാസ് ജസ്റ്റ് 10 years old. ഷി വാസ് ഡീപ്ലി എഫക്റ്റഡ് ബൈ ദിസ്. അവൾ സംസാരിക്കത്ത് കൂടിയില്ലായിരുന്നു. അന്നത്തെ ആ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈവയാക്കി മാറ്റാൻ കുറേയധികം കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി വേണ്ടി വന്നു. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളെല്ലാവരും കൂടെ അവളുടെ ഒപ്പം ചേർന്ന് അവളെ പഴയതിലും ആക്റ്റീവായ ഈവയാക്കി മാറ്റി. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അവൾ ബോക്സിങ് ആൻഡ് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചത്. ഷീ യൂസ് ടു ഹാവ് ദീസ് നൈറ്റ്മെയർസ് എല്ലാ ദിവസവും. എത്ര ഉറങ്ങാതിരിക്കുന്ന രാത്രികൾ അവൾക്കുണ്ടായിരുന്നു. ഷീ ഗെറ്റ്സ് ട്രിഗേർഡ് ബൈ ദീസ് തിങ്സ്. ബട്ട് അതിൽ നിന്നിപ്പം റിക്കവറായിട്ട് കുറച്ച് വർഷങ്ങളായി. ഷീ ഈസ് സച്ച് എ സ്ട്രോങ് പേഴ്സൺ, മൈ സ്ട്രോങ് ലേഡി. അവളുടെ ഈ കളിയും ചിരിയും തമാശയൊക്കെ പണ്ട് അവൾക്ക് അനുഭവിക്കാൻ കിട്ടാത്ത ചൈൽഡ്ഹുഡ് ഡേയ്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്നലെ രാത്രി ഞാൻ അവളോട് ഒന്ന് ദേഷ്യപ്പെട്ടു. ഐ വാസ് റിയലി ലോസ്റ്റ് അറ്റ് ദാറ്റ് മൊമെന്റ്. ഞാൻ അറിയാതെ ചെയ്തതാ. ബട്ട് എൻ്റെ ആ ഒരു മിസ്റ്റേക്ക് കാരണം ഇറ്റ് ട്രിഗേർഡ് ഹർ. ചേച്ചി, ഇറ്റ്സ് ഓക്കെ. ഇന്റൻഷനലി ചെയ്തല്ലോ. ഷീ വിൽ ബി ഓൾറൈറ്റ്. ചേച്ചി പേടിക്കണ്ട. അതെ, I'll be with her. ചേച്ചി പേടിക്കാതെ. അവള് പഴയ പോലെ വീണ്ടും ആ പൊട്ടാസാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. வந்து தமிழ் பேசுதே, மழை சாரல் வந்து இசை பாடுதே, மலரோடு வந்து உரையாடுதே, என்னோடு நீ பேசடி. നീന കിച്ചണിൽ കാര്യമായ എന്തോ പണിയിലാണ്. മാഡം, ഈ പാവപ്പെട്ട ബോയ്ഫ്രണ്ടിനെ ഒന്നും മൈൻഡ് ചെയ്യടോ. ഈഡൻ ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരും. എന്നോട് ഈരയ്ക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഏടനും കോഫി ഇഷ്ടമാണ്. അജോ, ആണോ കുട്ട? എന്നാ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് ഇട്ട് കുടിക്കും. നല്ലത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച റിപ്ലൈ. ലീന ബേബി പോകല്ലേ, ഞാനും വരുന്നു. ഓഹോ, മാറി നിൽക്കങ്ങോട്ട് പഞ്ചാര കുഞ്ചു. ഞാനോ? നോ. ഈവ താ കോഫി. ഈവ മോളെ, എന്ത് കിടപ്പ് ഹേ ബഹൻ ഇത്. ആ എറിക്ക് അവിടെ ദീപാവലിയുടെ പടക്കം മഴയത്തെങ്ങാനും നനഞ്ഞ എന്തൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. വിട്ട് കൊടുക്കരുത്. നമ്മൾ നല്ല ജില്ലായിട്ട് നിൽക്കണ്ടേ. ഇനി ദീപാവലിയൊക്കെ പണ്ടേ കഴിഞ്ഞതല്ലേ. അവിടെ ഞാൻ സന്തോഷപ്രമി വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അങ്ങ് കഴിക്കും. അതിന് ബുദ്ധിയുടെ വളർച്ച മുരടിച്ചത് നിനക്കല്ലേ. നീ തന്നെ തിന്നാ മതി. ടോമൻസരിക്ക് പകരം നിങ്ങൾ എവിടെയായിരുന്നു? അയ്യടാ, ആരീ പറയണേ. വിമാനം വിട്ട പോലെ രണ്ടും കൂടെ ഓടി നടന്ന് തല്ലുണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് പുറത്തു പോയി ഗുണ്ടകളുമായിട്ട് തല്ലുണ്ടാക്കുന്ന നിന്റെ എറുക്കിന്റെ അത്രയും ഒരു ടോം ആൻഡ് ജെറിയും എത്തില്ല. അത് ദൈവം ഇവരുണ്ടാക്കാൻ നേരത്ത് ഒരു ബാറ്ററി കൂടിപ്പോയതാ. ഒരു കയ്യാവതാ. ബാറ്ററി കൂടിപ്പോയത് നിന്റെ വാറ്റിതാ. ഓ ഗുരുപ്പേ, ഇനി നിനക്ക് വാറ്റ് ബിസിനസ് ഉണ്ടോ? നിന്റെ കിറിങ്ങിയോടെ നടത്താൻ കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. അത് എപ്പാ? കുരുപ്പേ ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ. ആർക്കാണ് ഇവിടെ വാറ്റ് ബിസിനസ്? ഇവൾക്കാ മാമ. അയ്യോ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാ മാമ. അയ്യോ, ഈ വീട്ടിലെ പല്ലിക്കൊന്നും വാലില്ലാത്ത ഇപ്പഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയേ. അയ്യേ, പല്ലിവാലോ? അതെ, എല്ലാം ഇവിടെ പിടിച്ച് ഇവിടെ വാറ്റിലിട്ടില്ലേ. നിന്നെ ഞാൻ ഇന്ന്. അയ്യോ, ഇവളെന്നെ ഇപ്പൊ തല്ലിക്കൊല്ലുവേ. നിൽക്കടാ അവിടെ. ഇവ നിനക്ക് കുറവുണ്ടോ? ആ മാമ. നന്നായിട്ട് ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നല്ല കാറ്റ് കാണും. മോള് ചെന്നാ ബാൽക്കണി ഇരിക്കും. ആ മാമ വണക്കം. എന്താടാ ആ പറഞ്ഞതിലൊരിത്? എന്ത്? കേട്ടല്ല അറിഞ്ഞൂടെ മാമ അവനാക്കി പറഞ്ഞതായിരുന്നു. ദേ
കള്ളത്തരം പറഞ്ഞോണ്ടല്ലോ, ദുർവാസാവിന്റെ കൊച്ചുമോനാണ് ചൊക്കലിംഗ മാമൻ. നിന്നെ കൂടോത്രം ചെയ്ത് പാറ്റാക്കി മാറ്റും, കേട്ടാലോ? നീ ഇതെന്ത് തേങ്ങയാ പറയണേ? അയ്യോ, സ്വാമിമാർ ഇങ്ങനത്തെ ഭാഷണം ഒന്നും ചൊല്ലക്കൂടാது. തേങ്ങാന്നല്ല പറഞ്ഞേ, അല്ലാതെ അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. സോക്കോ മാമ, ആ ഈഫട്ടവന്റെ കിഴി അടിക്കാൻ വെച്ച തേങ്ങ ദേവന്റെ തലക്കിട്ട് അടിക്കുന്നതാവും നല്ലത്. എന്തൊരു ശല്യമാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പാറ്റാമന്ത്രം ചൊല്ലി അതാക്കി മാറ്റി, എന്നിട്ട് വേണം എനിക്ക് ഇവനെ ഹിറ്റ് അടിച്ച് ഓടിക്കാൻ. കുരുപ്പേ, നീ എന്നെ ഹിറ്റ് അടിച്ച് ഓടിക്കുമല്ലേ? ദേ നിർത്തിക്കോരുണ്ട്. മിണ്ടാണ്ടിരുന്നില്ലേ ഞാൻ രണ്ടിനെയും പിടിച്ച് വല്ല പാർട്ടിയാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് ഞാൻ ചോക്കോ, നാളെ കോംപ്ലക്സ് എന്ന് വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ശാന്തി തേടി വന്നത് ഒരു കൂട്ടം വന്യമൃഗ ജീവികളുടെ കൂടെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ വന്യമൃഗം എന്ന് ഉദ്ദേശിച്ചത് സംശയിക്കണ്ട, നമ്മളെ തന്നെയാ. മാമന് തെറ്റി. ആ പറഞ്ഞതിലൊന്നും മാക്രികളെ കൂട്ടാൻ കഴിയില്ല. ഓ, നിന്നെ ഞാനിന്ന് അയ്യോ നിക്കടി അവിടെ. എരിക്, ഏയ്. ഈ ചിരി ഉണ്ടല്ലോ, ഇറ്റ് സ്യൂട്ട്സ് യു ദ ബെസ്റ്റ്. എന്തായാലും ഉണ്ടക്കണി മിഴിച്ചു നോക്കുന്നേ. ദാ അങ്ങോട്ട് നോക്കി, ഒരു മാക്രി ഇവിടെ വഴി ചാടിപ്പോണ കണ്ടോ? നന്നാവാൻ സമ്മതിക്കരുത്. നിന്നെ ഇന്ന് ഞാൻ അയ്യോ പൊക്കി കളയല്ലേ. അത്രക്കായോ? എരിക്, ഞാൻ വിളിക്കില്ല. എരക്കട മാക്രി. അയ്യോ സോറി. എരക്ക് ചായ താഴെ. എന്തോന്ന്? ഇച്ചായനോ? പോടാ, നിന്നെ ചായ എന്റെ ടാനപ്പെട്ടി വിളിക്കോടാ മാക്രി. ഡി പൊട്ടാസേ, നിന്നെ ഞാൻ ഫോറസ്റ്റർക്ക് പിടിച്ചു കൊടുക്കും, നോക്കിക്കോ. സേറാമോ? എന്റെ ഡാനിച്ചായ പീഡിപ്പിക്കുമല്ലോ നിങ്ങള്. എന്തോ വലിയ ആലോചനയിലാണല്ലോ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. എന്നാ പറ്റി? ഒന്നുമില്ല, ചുമ്മാ വീട്ടില് മമ്മിയും പപ്പേനൊക്കെ ഒന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. ആ അത് പറ. ഒരു കാര്യം ചെയ്, നീ ഇങ്ങ് വാ. ആ കുരിപ്പുകൾ കാണുന്ന മുന്നേ നമുക്ക് ഇറങ്ങാം. എങ്ങോട്ടാ? ഷേടാ എന്റെ സേറ, നീ ഇങ്ങ് വാന്ന്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോഴേക്കും നിന്റെ ഈ മൂടൊക്കെ ഒന്ന് ഓക്കെ ആകും. നിന്നെ ഞാനൊരു ഡേറ്റിന് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓഹോ, ഇത് ഡേറ്റ് ആണെന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞല്ലോ, അത് മതി. ഡാനിച്ചായ, നമ്മുടെ കാര്യം വീട്ടിൽ പറയുമ്പോ മിക്കവാറും മമ്മി ഒരു അമ്മിട്ട് ബോംബ് പൊട്ടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതെന്താ? ഹോ, ഞാൻ ഒന്ന് ചെറുതായിട്ട് മതിൽ ചാടിയതാ. ഫ്ലാഷ് ബാക്ക്. എല്ലാവരും ഉറങ്ങി കാണൂ. ലൈറ്റ് ഒക്കെ ഓഫാ. ഇനി ഇറങ്ങിയാ മാത്രം മതി. മതിലൊക്കെ എന്നെ പൊക്കോ. ആദ്യം ബാഗ് അപ്പുറത്തോട്ടാ കിട്ടേക്കാം. ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറാം. എന്നെ ഇരുട്ടാ, ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ഒന്നും നോക്കട്ടെ സേറ, അത് ചാടിയേക്കാം. രാജി കയ്യോ തട്ടിക്കൊണ്ട് പോയി പിന്നെ പാവാടേ. ഞാൻ വല്ല വീട് മറ്റുവാണോ? ഓ, ഈ കുഴപ്പം ഉണ്ടെന്നല്ലേ കൂടെ. പിന്നല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ കോന്നി കേട്ടാൽ എനിക്ക് പറ്റില്ല. എനിക്കൊന്ന് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺവെൻഷൻ ഇട്ട് വന്നു. 1 മന്ത് ക്ലാസ് സ്റ്റാർട്ടാണ്. എനിക്ക് അങ്ങോട്ട് പോകാം, ഞാൻ പോകും. എന്നെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അത് ചാടും. ആ ആന്റീനെയും കുറ്റം പറയാൻ പറ്റില്ല. അന്ന് മതിൽ ചാടിയിരുന്നേ പണ്ടേ കെട്ടി കഴിഞ്ഞാൽ ഈ ഡാൻസിന്റെ ഒക്കെ വലിയ കാര്യമുണ്ടോ? ഒന്ന് പോടോ വെച്ചേ. എന്റെ പട്ടി കെട്ടും ആ കോന്തനെ. അല്ല, പട്ടിയില്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ കെട്ടേണ്ടി വരും. നിങ്ങൾക്ക് എന്നെ കിട്ടിക്കാൻ തുറക്കം വരുന്നില്ലേ? ഞാൻ പോണു. ചേടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, പെണങ്ങല്ലേടോ. അയ്യേടാ കൊഞ്ചല്ലേ, അങ്ങോട്ട് മാറി. മമ്മിയുടെ തൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കാം. ടൈം ഉണ്ടല്ലോ. ഇപ്പൊ നീങ്ങ് വന്നേ, ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലോതിയില്ലേ. എന്തമ്മേ, എന്തൊരു ഓട്ടം ഓടിയേ. ഇങ്ങനെ ഞാൻ ഒളിമ്പിക്സിൽ ഓടിയായിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയാനേ. ഓ പിന്നെ, ഇന്ത്യയുടെ അഭിമാനം. പാരീസിൽ എന്റെ തല്ല് കൊണ്ടുപോടാനല്ലേ യോഗമുള്ളൂ. ബട്ട് നിന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി വാറ്റ് ഫുള്ള് കുടിപ്പിച്ചിട്ടേ ബാക്കിയുള്ളൂ. എന്റെ ലീന, എനിക്ക് അതിനുള്ള ത്രാണി നെഹിന്ന് പറഞ്ഞാൽ നെഹി. പല്ലിവാലിട്ട് വല്ല ബൂസ്റ്റെങ്കിലും മിനിമം വേണ്ടി വരും. ഒന്ന് നേരെ നിൽക്കാൻ തന്നെ. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോട് ചോദിക്കുക.
പല്ലുപിടുത്തം കേന്ദ്രത്തിലാണോ നിനക്ക് ജോലി? അതിനെ ഒന്ന് വെറുതെ വിട്ടൂടേടാ. വെറുതെ വിടാല്ലേ. വരൂ ബേബി, നമുക്ക് അകത്തോട്ട് പോകാം. എങ്ങനെ? ബേബി എന്ന് വിളിച്ചതാ. നടക്കങ്ങോട്ട് പഞ്ചാരക്കുഞ്ചു. അയ്യോ, നോട്ട് അഗൈൻ. திசை பார்க்கும் என் வாசல் உன் பாதம் எங்கன்னு கேக்குதடி அடடா அடடா அடடா